വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 6ാം ദിവസവും തുടരുകയാണ്. ദുരന്തത്തിൽപ്പെട്ട 206 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. മണ്ണിനടിയിൽ കൂടുതൽ മൃതദേഹം ഉണ്ടെന്ന നിഗമനത്തിലാണ് ദൗത്യസംഘം. തെരച്ചിലിനായി കൂടുതൽ ഉപകരണങ്ങൾ ദുരന്തഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു സേവ റഡാറും 4 റെക്കോ റഡാറുകളും ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധന. ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുന്നുണ്ട്. ചാലിയാറിലെ ചെളി നിറഞ്ഞ മേഖലകളിൽ വ്യാപകമായി പരിശോധിക്കുന്നു സന്നദ്ധ പ്രവർത്തകർ. ദുരന്തബാധിത മേഖലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 366ആയി. കൂട്ടത്തോടെ സംസ്കാരം നടക്കുകയാണിപ്പോൾ പുത്തുമലയിൽ. അവിടേക്ക് നമുക്ക് ആദ്യം പോകാം. അല്ലമീൻ അവിടെയുണ്ട്. അല്ലമീൻ, തിരിച്ചറിയാത്ത മൃതദേഹം അതെല്ലാം ഒന്നിച്ച് സംസ്കരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ, ഒപ്പം ചടങ്ങുകൾ എങ്ങനെയാണ്? സുജിയ, കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയപ്പെടാത്തതായിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, നിരവധി ശരീരഭാഗങ്ങൾ ലഭിക്കുകയും ചെയ്തു. കൈകാലുകളുടെ ഭാഗങ്ങൾ, കരളിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെ ശരീരഭാഗങ്ങൾ നിരവധി ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വയനാട് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഭൂമിയിലാണ് ഇപ്പോൾ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം നിരവധി കുഴികൾ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 30ലേറെ മൃതദേഹങ്ങൾ അത്തരത്തിൽ ഇവിടെ സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സംസ്കാരത്തിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ട് റവന്യൂ വകുപ്പിന് വിവരമറിയിക്കാനാണ് അറിയിച്ചിട്ടുള്ളത്. റവന്യൂ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അതിനനുസരിച്ച് മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യും. നിരവധി JCBകളും ഹിറ്റാച്ചികളും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവരെയൊക്കെ മറമാടുന്നതിനുള്ള കുഴികൾ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്, തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കുഴിയെടുക്കുന്ന ഈ കൂട്ടസംസ്കാരത്തിന് തയ്യാറെടുക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. മുമ്പൊരു ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടായപ്പോൾ ഈ പ്രദേശത്തും അതിൻ്റെ പ്രതിഫലനമുണ്ടായിരുന്നു. അന്ന് കാണാതായ നിരവധി ആളുകളുടെ മൃതദേഹം ഈ പരിസരത്തൊക്കെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആ മൃതശരീരങ്ങൾക്ക് മുകളിലായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ പുതിയ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട, തിരിച്ചറിയപ്പെടാത്ത ആളുകളുടെ മൃതദേഹം സംസ്കരിക്കപ്പെടുക എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരോട് കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എത്ര പേരെയാണ് ഇന്നിവിടെ സംസ്കരിക്കാൻ തയ്യാറെടുക്കുന്നത്? ഇവിടെ ഇപ്പോൾ 73 ബോഡിയാണ് വെക്കുന്നത്. അത് പരിപൂർണമായിട്ടുള്ളത് 23 ഉള്ളൂ. ബാക്കി അതിൻ്റെ പാർട്സുകൾ ഓരോന്ന് കിട്ടിയതൊക്കെ അങ്ങനെ ചെയ്യണം. ഒരു ലെയറിൽ 10 പേര്, അങ്ങനെ 5 ലെയറിൽ ഇവിടെ വരും. ബാക്കിയുള്ള ബോഡി 27 ബോഡിയോളം മേലെയാണ് വെക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പുത്തുമല ദുരന്തം ഉണ്ടായ ഒരു സ്ഥലമാണ്. അന്ന് ഇവിടെയൊക്കെ തേയിലക്കാടായിരുന്നു. ആ തേയിലക്കാട് കംപ്ലീറ്റ് ഒഴുകിപ്പോയി വന്നടിഞ്ഞ മണ്ണാണിത്. ആ മണ്ണിലാണ് ഈ ഒന്നിച്ച് പാർത്തവർ ഒന്നിച്ച് ഉറങ്ങാൻ പോകുന്നത്. ഈ മുണ്ടക്കായി ചൂരമല പ്രദേശത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് അവർ എല്ലാ സുഖദുഃഖങ്ങളും പങ്കുവെച്ച ആളുകളാണ്. ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി, എപ്പോഴത്തേക്കായിരിക്കും സംസ്കാരം? 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ പറഞ്ഞത്. 4 മണിക്ക് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും, ലൈറ്റും മറ്റുള്ള മഴ നനയാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 77 എത്ര പറഞ്ഞേ? 73 മൃതദേഹം ഇന്ന് സംസ്കരിക്കും. സുജയ്, അതാണ് 73 മൃതദേഹങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ സംസ്കരിക്കാൻ പോകുന്നത്. അതിൽ ശരീരഭാഗങ്ങൾ മാത്രം എത്ര നേട്ടം പറഞ്ഞേ? ശരീരഭാഗം 27 ഉണ്ട്. ബോഡി ഫുൾ ബോഡി 27. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. 27 മൃതദേഹങ്ങൾ മാത്രമാണ് പൂർണ്ണാർത്ഥത്തിൽ ഉള്ളത്. ബാക്കിയെല്ലാം ശരീരഭാഗങ്ങളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതെല്ലാം മേപ്പാടി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ, തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ആ മൃതദേഹങ്ങൾ, ആ ശരീരഭാഗങ്ങൾ ഇവിടേക്ക് എത്തുകയും ഇവിടെ സംസ്കരിക്കുകയും ചെയ്യും. തയ്യാറെടുപ്പുകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി JCBകളാണുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം, വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ദുരന്തത്തിന് ഇരകളായിട്ടുള്ളവർ. സ്വാഭാവികമായും ഒരാൾ മരിച്ചാൽ അവരൊക്കെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ മതാചാര പ്രകാരമാണ് സംസ്കരിക്കുക. പക്ഷേ ഇപ്പോൾ ഈ തിരിച്ചറിയപ്പെടാത്ത ആളുകൾ അത് ഏത് മതത്തിൽപ്പെട്ടവരാണ്, ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സംസ്കാരത്തിന് മുൻപ് ഈ ഹാരിസൺ മലയാളൻ്റെ ഈ പ്ലാന്റേഷൻ ഭൂമിയിൽ, ഈ സംസ്കാരം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഭൂമിയിൽ സർവ്വമത പ്രാർത്ഥനയും നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ മൃതദേഹങ്ങൾ ഒന്നിച്ച് ഇവിടെ സംസ്കരിക്കാൻ പോകുന്നത് എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. നമുക്കറിയാം, 72 കുഴികൾ ഇപ്പോൾ എടുക്കും. അതിൽ ഒരു പക്ഷേ പൂർണ്ണാർത്ഥത്തിലുള്ള മൃതശരീരങ്ങൾ ആ രീതിയിൽ തന്നെ മറമാടും. പിന്നീട് ശരീരഭാഗങ്ങൾ മാത്രമായിട്ടുള്ളവ അത് ഒരു പക്ഷേ ഒന്നിച്ചൊരു കുഴിയിൽ തന്നെ മറമാടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ഇവിടുത്തെ ക്രമീകരണങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ
ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെയും സന്നദ്ധ പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട വോളണ്ടിയർമാരുമൊക്കെ ഇവിടെയും രംഗത്തുണ്ട്. റവന്യൂ അധികൃതരുണ്ട്, പഞ്ചായത്ത് അധികൃതരുണ്ട്, അതുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ട്. അവരെല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ ക്രമീകരണങ്ങൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ വിവരം റവന്യൂ വകുപ്പിനെ അറിയിക്കും. ആ മുറയ്ക്കായിരിക്കും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നതും ഇവിടെ സംസ്കരിക്കുന്നതും. നേരത്തെ നമ്മോട് സംസാരിച്ച ആരോഗ്യ പ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ പുത്തുമല ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മണ്ണെല്ലാം ഒലിച്ചു വന്നതും അന്ന് ദുരന്തത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുപക്ഷെ വന്നടിഞ്ഞിട്ടുണ്ടാവുക ഈ ഭാഗത്താണ്. അന്ന് ദുരന്തമുണ്ടായി ഉരുളൊക്കെ ഒലിച്ച് വന്ന് മണ്ണൊക്കെ ഒലിച്ചിറങ്ങിയ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ പ്രദേശം. തേയിലത്തോട്ടം കൂടിയാണ്. തേയിലത്തോട്ടത്തിന് നടുവിലാണ് ഇപ്പോൾ ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ദുരന്തത്തിൽപ്പെട്ട് ആർക്കും കണ്ടെത്താനാകാതെ മണ്ണിനടിയിലേക്ക് ആണ്ടുപോയ ആളുകൾ ഒരുപക്ഷെ അവർക്കും മീതിയായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊപ്പമായിരിക്കും ഈ ദുരന്തത്തിലും അത്തരത്തിൽ അകപ്പെട്ട് തിരിച്ചറിയപ്പെടാതെ പോയ മൃതദേഹങ്ങൾ ഇപ്പോൾ സംസ്കരിക്കാൻ പോകുന്നത്. ഏതായാലും വയനാടെങ്ങും ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം, അതിനിപ്പോഴും മാറ്റമില്ല. ഇന്ന് നല്ല വെയിലായിരുന്നു സുജയ. നമ്മൾ ഇന്നും ഇന്നലെയും നല്ല തെളിഞ്ഞ കാലാവസ്ഥയും തെളിഞ്ഞ വെയിലുമായിരുന്നു. നമ്മൾ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടത്തൊക്കെ നിൽക്കുമ്പോൾ കത്തിക്കാളുന്ന വെയിലായിരുന്നു. പക്ഷേ ഈ വൈകുന്നേര സമയത്ത് ഇവിടേക്ക് വരുമ്പോൾ, ഈ കൂട്ടസംസ്കാരം നടക്കാൻ പോകുന്ന ഇടത്തേക്ക് വരുമ്പോൾ മാനം കറുത്തു വരുന്നൊരു കാഴ്ചയുണ്ട്, മേഘാവൃതമാകുന്ന കാഴ്ചയുണ്ട്. അന്തരീക്ഷം തെളിഞ്ഞതാണെങ്കിലും ഒരുപക്ഷെ മഴ പെയ്തേക്കുമെന്നുള്ള രാവിലെയുള്ള ആ ഒരു കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നൊരു സാഹചര്യം. ഒരുപക്ഷെ ആ കൂട്ടസംസ്കാരത്തിലേക്ക് പോകുന്നതിൻ്റെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പ്രകൃതിയും പങ്കുചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും നിരവധി ജെസിബികൾ, നിരവധി ഹിറ്റാച്ചികൾ, നിരവധി സന്നദ്ധ പ്രവർത്തകർ, ഒപ്പം മത നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ രണ്ട് തലങ്ങളിലായിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ മൂന്നാമത്തെ വരിയിലാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുകളിലും കുഴിയെടുക്കാൻ പുല്ലൊക്കെ മാറ്റുന്നുണ്ട്, കാടൊക്കെ JCB ഉപയോഗിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം അവിടെയും കുഴിയെടുക്കും. അങ്ങനെ 70-ലേറെ മൃതദേഹങ്ങളാണ് അത്തരത്തിൽ തിരിച്ചറിയപ്പെടാതെ പോയിട്ടുള്ളത്. അതിൽ 27 മൃതദേഹങ്ങൾ മാത്രമാണ് പൂർണ്ണ അർത്ഥത്തിൽ ശരീരഭാഗം ആ അർത്ഥത്തിലുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്നൊരു ആരോഗ്യ പ്രവർത്തകൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ശരീരഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ തലയില്ലാത്ത ബോഡിയുണ്ട്, കൈയും കാലും മാത്രം കിട്ടിയവയുണ്ട്, ആന്തരിക അവയവങ്ങൾ മാത്രം കിട്ടിയവയുണ്ട്. അങ്ങനെ നമുക്ക് പറയാനോ കേട്ടു നിൽക്കാനോ കാണാനോ ആകാത്ത തരത്തിലുള്ള ഹൃദയഭേദകമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യം. ഇന്നലെ വരെയും കഴിഞ്ഞ 4-5 ദിവസം മുമ്പ് വരെയും, ഈ ദുരന്തമുണ്ടാകുന്നത് വരെയും വയനാടിൻ്റെ ഓരോ മണ്ണിലൂടെയും വയനാടിൻ്റെ ഓരോ തെരുവീഥികളിലൂടെയും വളരെ സന്തോഷത്തോടെ ഓടി നടന്ന ആളുകളാണ്. നാടിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ആളുകളാണ്. ഒരുപക്ഷെ അവരുടെ അയൽവക്കത്തോ അവരുടെ കുടുംബാംഗങ്ങളിലോ ഇതുപോലെ മരണവും ഇതുപോലെ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ പങ്കാളികളായിരുന്ന ആളുകളാണ്. ഇന്ന് അവർക്ക് വേണ്ടി ഈ നാട്ടുകാരല്ലാത്തവർ, ഈ നാട് പോലും അറിയാത്തവർ, അവരെ പോലും അറിയാത്തവർ ഇന്ന് ഒന്നിച്ചു കൂടുന്നു എന്നുള്ള, അവർക്ക് ഒരു അന്ത്യയാത്രാമൊഴി നൽകുവാൻ ഒന്നിച്ചു കൂടുന്നു എന്നുള്ള കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് പുത്തുമലയിൽ ഇപ്പോഴുള്ളത്. നമുക്കറിയാം, സംസ്കരിക്കുന്നതിനുള്ള കുഴികൾ ഏതാണ്ട് അത് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല. ഈ ഇവിടുത്തെ കുഴികളൊക്കെ എടുത്ത് ഇവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി സർവ്വമത പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിനു ശേഷം അത് റവന്യൂ വകുപ്പിനെ അറിയിക്കും.